എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ വാളുക്കരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന മലയാളികളിൽ ഒരു 40% ആളുകൾ എങ്കിലും ടൂറിസ്റ്റ് വിസയ്ക്ക് ഇവിടെ വന്ന് ഇല്ലീഗലായിട്ട് നിന്ന് ജോലി ചെയ്ത് വിസ ഉണ്ടാക്കിയ ആളുകളാണ്. അതായത് ഇവർ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലുമൊക്കെ ടൂറിസ്റ്റ് വിസയ്ക്ക് വരും. അവർ ഏതെങ്കിലും മാർഗങ്ങളിലൂടെയൊക്കെ ഇറ്റലിയിൽ വരും. ഇറ്റലിയിൽ വന്ന് ഇല്ലീഗലായിട്ട് അത്തരത്തിലുള്ള എല്ലാ ജോലികളും ചെയ്യാൻ പറ്റില്ല. ഇല്ലീഗലായിട്ട് വയസ്സായ ആളുകളൊക്കെ നോക്കുന്ന ജോലി ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇല്ലീഗലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റ് വെച്ച് ഒരു ജോലി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഗവൺമെൻറ് വിസ കൊടുക്കാമെന്നൊരു നിയമം കൊണ്ടുവരും. ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ സമയത്ത് ജോലി ചെയ്യുന്ന വീട്ടുകാർ വഴിയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ അവർ കോൺട്രാക്റ്റ് സംഘടിപ്പിച്ച് അവർ വിസ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഭൂരിഭാഗം ആളുകൾ വിസ ഉണ്ടാക്കി പോകുന്നത്. ഇങ്ങനെ 5 വർഷം കഴിയുമ്പോൾ പെർമനൻ്റ് ആയിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വിസ കിട്ടും. പക്ഷേ ഇപ്പോൾ 10 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതാണ് വിസയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്നാൽ പണ്ട് കാലത്തെ മലയാളികൾ വരുന്നു, അവർ ജോലി ചെയ്യുന്നു, വളരെ സൈലൻ്റ് ആയിരുന്നു. അവർ അത്യാവശ്യം ഫീസ്റ്റുകളൊക്കെ കൂടും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒരുമിച്ച് വീട്ടിൽ കൂടും, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകും എന്നല്ലാതെ വലിയ അടിച്ചുപൊളി ലൈഫൊന്നും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇന്ന് വരുന്ന ആളുകൾ നേരെ തിരിച്ചാണ്. അവർ തിരഞ്ഞെടുക്കുന്ന ഓരോരോ കുറുക്കു വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് മനസ്സിലാകും, 5 തുടങ്ങി 7 ലക്ഷം രൂപ വരെയാണ് കൊടുത്തിട്ടാണ് ടൂറിസ്റ്റ് വിസയ്ക്ക് അവരിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ നേരെ ആ കാലഘട്ടങ്ങളിലൊക്കെ ആരൊക്കെയോ പോർച്ചുഗൽ വിസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോർച്ചുഗലിൽ പോയിട്ട് മലയാളികൾ വിസ ഉണ്ടാക്കി ആ വിസ കൊണ്ട് അവർ നാട്ടിൽ പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ അതുപോലെ തന്നെ മലയാളികളുടെ തന്നെ പല ഏജന്റുമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പറ്റം മലയാളികൾ നേരെ പോർച്ചുഗലിലേക്ക് പോവുകയാണ് വിസ ഉണ്ടാക്കാനായിട്ട്. അവിടെ ചെന്ന് അഗ്രികൾച്ചർ സെക്ഷനിലും അല്ലെങ്കിൽ മറ്റ് കമ്പനികളിലൊക്കെ ആരെങ്കിലുമൊക്കെ വഴിയായിട്ട് മലയാളികൾ തന്നെ ബ്രോക്കർമാർ അവർ വഴിയായിട്ട് തന്നെ കോൺട്രാക്റ്റ് സംഘടിപ്പിച്ച് അവർ വിസ ഉണ്ടാക്കുന്നു. ആ വിസ ഉപയോഗിച്ച് നാട്ടിലിട്ട് പോകുന്നു. പക്ഷെ ഈ വിസ കിട്ടിയാലും നാട്ടിൽ പോകാം എന്നല്ലാതെ ലീഗലായിട്ട് അവർക്ക് ഇറ്റലിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ലീഗലായിട്ട് യാത്ര ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വിസ ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ ഈ പോർച്ചുഗൽ വിസ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ 3 മാസം കൂടുമ്പോൾ അവർക്ക് അതിനുള്ള ടാക്സ് അവർ അയച്ചു കൊടുക്കണം. അങ്ങനെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ആയതുകൊണ്ട് അവിടുത്തെ നിയമങ്ങളിൽ മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ ആളുകൾ അവിടേക്ക് പോക്കില്ല. പിന്നെ ഉള്ളത് പോളണ്ട് വിസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെയും പല തടസ്സങ്ങൾ വന്നുകൊണ്ട് ഇപ്പം അവിടെയും പോക്കില്ല. ഇപ്പം വരുന്ന ആളുകൾ ഇപ്പം എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ടുള്ളൂ തോന്നുന്നു. വരുന്ന ആളുകൾ നേരെ വന്ന് 1 മാസം തികയുന്നതിന് മുൻപേ തന്നെ അസീല പൊളിറ്റിക്കോയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാവും, ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ മുഴുവനും ഉണ്ടായിരുന്നു. അന്ന് മലയാളികൾ ഉണ്ടായിരുന്ന സമയത്ത് ആരും ഇതിന് അപ്ലൈ ചെയ്യാറില്ല. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് അതിന് അപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് വരുന്ന ആളുകൾ നേരെ അവർ അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം. എന്താണ് അസീല പൊളിറ്റിക്കോ ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. എന്നാൽ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു യുദ്ധമോ മറ്റോ സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് ആളുകൾ മറ്റു രാജ്യത്തേക്ക് വന്ന് അല്ലെങ്കിൽ ഇറ്റലിയിൽ വന്ന് അഭയം തേടുകയാണ്. ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു വിസയാണ് അസീല പൊളിറ്റിക്കോ എന്നുള്ളതാണ് നമുക്ക് വളരെ ലഘൂകരിച്ച് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇന്ന് മലയാളികൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, നമ്മുടെ രാജ്യത്ത് യുദ്ധമൊന്നുമില്ലല്ലോ അഭയാർത്ഥികളായിട്ട് ഇവിടെ വരാൻ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് കടം കൊണ്ട് എനിക്ക് ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അഡ്വക്കേറ്റ് വഴിയാണ് നമ്മൾ ഇവിടെ ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മലയാളികളിൽ തന്നെ പല ബ്രോക്കർമാരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഇതിന് വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് 25 യൂറോ മറ്റോ ആണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പൈസ മാത്രം നമുക്ക് വേണ്ടി വരുന്നത്.
എന്നാൽ നമ്മുടെ ഇടനിലക്കാരായി നിൽക്കുന്ന ഈ മലയാളികൾ 1000 തുടങ്ങി 2000 യൂറോ വരെ ഈ മലയാളികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഖേദകരമായ കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ഈ മലയാളികൾ കൊടുക്കാനും അതിന് തയ്യാറാണ്. എന്നാൽ ഈ അസീല പൊളിറ്റിക്ക് കൊണ്ട് നമ്മൾ അപേക്ഷിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ലീഗലായിട്ട് നമുക്ക് നിന്ന് ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം പോലീസ് പിടിക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കമ്പനികളിലൊക്കെ നമുക്ക് ലീഗലായിട്ട് ജോലി ചെയ്യാനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഈ പേപ്പർ അസീല പൊളിറ്റിക്കിൻ്റെ ഈ കാർഡ് വെച്ച് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് യൂറോപ്പിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അസീല പൊളിറ്റിക്ക് കിട്ടിയാലുള്ള ഏറ്റവും ഗുണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ മറുവശം കൂടി നമ്മൾ നോക്കണം. പല ആളുകളും തെറ്റായ ഒരു രീതിയിൽ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണോ അതോ ഞാൻ തെറ്റാക്കി മനസ്സിലാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. പല ആളുകളും പറയുന്നത് നമുക്ക് അസീല പൊളിറ്റിക്ക്, കാരണം ഇത് 4, 5, 6 ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ കാർഡ് കിട്ടുന്നത്. പക്ഷെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാർഡ് കിട്ടും. ഇപ്പം പോലീസ് പിടിച്ചാലും ആ കാർഡ് കാണിച്ചു കൊടുത്താൽ മതി, ഞാൻ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. പക്ഷേ ദോഷം എന്തെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ 4, 5, 6 ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ കാർഡ് കിട്ടുന്നത്, നമുക്ക് ഈ അസീല പൊളിറ്റിക്കൽ പേപ്പർ കിട്ടുന്നത്. ഈ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇവിടെയെല്ലാം നടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കും, യൂറോപ്പിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നതിനേക്കാൾ അപ്പുറം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നാട്ടിലോട്ട് പോകാൻ സാധിക്കില്ല. എന്നാൽ ചില മലയാളികൾ പറയുന്നുണ്ട് ഇത് അഡ്വക്കേറ്റിൻ്റെ വഴി, ഏതോ അഡ്വക്കേറ്റിൻ്റെ പേര് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് വഴി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് അവർ ഇന്ത്യയിൽ പോകുവാനുള്ള പേപ്പർ കൂടി ശരിയാക്കി തരും എന്ന് പല മലയാളികളും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒരു സംശയം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ അവിടെ സറണ്ടർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ അവിടെ സറണ്ടർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അസീല പൊളിറ്റിക്കിൻ്റെ ആ പാസ്പോർട്ട് പോലെയുള്ള ആ ബുക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യക്ക് പോകുന്നത് എന്നുള്ളത്, ലീഗലായിട്ട് നേരായ മാർഗത്തിലൂടെ പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ത്യക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പേപ്പർ തരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ പല മലയാളികളും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അവർ പറയുന്നു ഇത് പിന്നീട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതോ അഡ്വക്കേറ്റ് വഴിയായിട്ട് നമുക്ക് ഇന്ത്യക്ക് പോകാൻ പേപ്പർ ശരിയാക്കി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിന് 5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ കാർഡ് കിട്ടി. അദ്ദേഹം ലീഗലായിട്ട് തന്നെ ഇവിടെ ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നാട്ടിൽ പോകേണ്ടി വന്നു. അദ്ദേഹം നേരെ അപ്ലൈ ചെയ്ത ഓഫീസിൽ ചെന്നിട്ട് ഈ പാസ്പോർട്ടും, അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ കാർഡും അതോടൊപ്പം തന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഇന്ത്യക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം നാം സബ്മിറ്റ് ചെയ്തപ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് തന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പോകാൻ പറ്റും, പിന്നീട് തിരിച്ചു വരാൻ ആ പാസ്പോർട്ട് വെച്ച് തിരിച്ചു വരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ അറിയുന്ന വേറൊരു വ്യക്തി ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിന് നാട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹം പോവുകയും 4, 5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു പാസ്പോർട്ടിൽ ഇവിടെ കയറി വന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ തന്നെ കണ്ടായിരുന്നു, അതായത് അസീല പൊളിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ജോലി ചെയ്യാനായിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, അതായത് ഇടവേളകൾ നമുക്ക് അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ പോയിരുന്ന് ബീറും കുടിച്ച് അവിടെ വട്ടം കൂടിയിരിക്കാതെ നേരായ രീതിയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തത് എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇതിക്ക് മുമ്പും ചെക്കിംഗ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിലും ഈ മലയാളികൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിൽ
നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് അപേക്ഷിക്കുന്ന സമയത്ത് അധികം നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് OCA കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഫാം ഹൗസുകൾ നടത്താൻ പറ്റില്ല, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകൾ സിറ്റിസൺഷിപ്പിന് അപേക്ഷ തുടങ്ങിയോടി നമ്മുടെ നാട്ടിലാണെങ്കിലൊക്കെ ഒരുപാട് നിയമങ്ങളിൽ മാറ്റം വന്നു. എന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തു വരുമ്പോൾ നാളെ ഒരിക്കൽ ഈ പറയുന്ന നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം. മാത്രമല്ല, നമ്മുടെ പാസ്പോർട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നു, നമ്മുടെ തമ്പ് ഇംപ്രഷനൊക്കെ അവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അവരൊക്കെ ഇന്നിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. ഇതെല്ലാം അവരുടെ കമ്പ്യൂട്ടറിൽ കിടക്കും, കാലങ്ങളോളം കിടക്കും. ഇനി ഇത് കഴിയുമ്പോൾ ഒരു ഓപ്പൺ പേപ്പർ ഇറങ്ങുന്ന സമയത്ത്, ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് വിസ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടം ഇതുപോലെ തന്നെ ഒരു പേപ്പർ ഇറങ്ങുന്ന കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് തടസ്സമായി വന്നേക്കാം. ഇതിക്ക് മുമ്പ് വരെ തടസ്സമായി അല്ലായിരുന്നു. അസീല പൊളിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ആളുകൾ നേരെ പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ ഫ്ലൂസി വഴിയൊക്കെ അല്ലെങ്കിൽ ഓപ്പൺ പേപ്പർ വഴിയൊക്കെ പേപ്പർ ഉണ്ടാക്കിയ ആളുകളുണ്ട്. പക്ഷെ ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കഴിയുന്നതും നമ്മൾ അറിഞ്ഞുകൊണ്ട് അവിടെ തലവെച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഓപ്പൺ പേപ്പർ ഇറങ്ങുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഫ്ലൂസി ഇറങ്ങുന്ന സമയങ്ങളിലോ ഒക്കെ പേപ്പർ ഉണ്ടാക്കി പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ല, നിങ്ങൾക്ക് യോജിച്ചതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം പൈസ മുടക്കാത്ത രീതിയിൽ ഈ 2000 യൂറോയും 1500 യൂറോയും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ പറഞ്ഞതുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.